ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് ഫിസിക്സിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലെയും ഇന്നുമായിട്ട് എടുത്ത വീഡിയോ ക്ലിപ്സാണ്. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അപ്ലോഡ് ആക്കാഞ്ഞത്. അപ്പോൾ ഗൈസ്, എനിക്ക് എക്സാം എങ്ങനെ ഉണ്ടേനെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡെയിലിയായിട്ട് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടേനു. എന്നിട്ട് എന്താ, ഞാൻ അന്നാമത്തെ ക്ലാസ് ഒന്നും കേൾക്കാതെ തലേന്നിരുന്ന് ക്ലാസ് കേൾക്കലാണ്. അപ്പോൾ ഇത് ഇന്നലത്തെ ക്ലിപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടേനെന്ന് പറയുക. എനിക്ക് കുഴപ്പമില്ലേനു. എന്തായാലും ഗ്രാമറിൻ്റെ ഭാഗമൊക്കെയാണ് ചെറിയ പേടിയുള്ളത്. എന്തായാലും എല്ലാതും എഴുതിയേക്കണ്, അതാണ് ആകെപ്പാടുള്ള സമാധാനം. പിന്നെ ഞാൻ രാത്രിക്കത്തെ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല, കാരണം അതിനുള്ള ടൈമൊന്നും ഇല്ല. പിന്നെ ഞാൻ ആഫ്റ്റർനൂൺ ടു ഈവനിങ് വരെ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാൻ തുടങ്ങി. ഈ കാണുന്ന ചാപ്റ്റർ ഒന്നും എനിക്കൊന്നും അറിയില്ലേനു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പഠിച്ചെടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. കാരണം നമ്മുടെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഒരു 500 സബ്സ്ക്രൈബേഴ്സ് കൂടി ആയാൽ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവും. സോ ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ ഗീവ് അവേൻ്റെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്യുക. ആ ഒരു കൂട്ടത്തിൽ നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി കൊടുക്കുന്നുണ്ട്. അത് ആർക്കാന്നൊക്കെ ഞാൻ ആ വീഡിയോ തന്നെ ആയിരിക്കും പറയുക. അങ്ങനെ ഞാൻ ഈവനിങ് വരെ ഒന്ന് റിവൈസ് ചെയ്ത്, അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ഷോർട്സ് ക്ലിപ്പ് മാത്രം എടുത്ത് വെച്ചിട്ടുള്ളൂ, അതേ ആഡ് ആക്കിയിട്ടുള്ളൂ. ഇനി കാണാൻ പോകുന്നത് ഇന്നത്തെ പഠിത്തമാണ്. ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ നീറ്റ്. എന്നിട്ട് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ബാക്കി കുറച്ച് കാണാണ്ടേനു. അത് ഞാൻ 5 മണി മുതൽ 6 മണി വരെ കണ്ടു. 6 മണിക്ക് ശേഷം മോർണിംഗ് ബൂസ്റ്ററും കണ്ടു. ഞാൻ കുറേ പഠിക്കാത്ത കാര്യങ്ങളുണ്ടായിരുന്നു, ലൈക്ക് പ്രിൻസിപ്പിൾസ്, ലോസ്, പിന്നെ വേറെ കാര്യങ്ങളൊക്കെ. അത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുന്നുള്ള എഴുതി വെച്ചതിന് ശേഷം അതൊക്കെ പഠിച്ചതിന് ശേഷം ടിക്കിട്ട് പോവുകയാണ്. ഇനി എന്തായാലും ഞാൻ എൻ്റെ എക്സാം റിവ്യൂ പറയാം. ഞാൻ ഇന്നലെ സൈലത്തിൻ്റെ ക്ലാസ്സാണ് എനിക്ക് കേട്ടത്. സോ അതിൽ പറഞ്ഞൊക്കെ ഞാൻ പഠിച്ച് സെറ്റായിട്ട് പോയി. എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു, പിന്നെ കുറെ ഡിസ്കസ് ചെയ്യാത്ത കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കാട്ടി അങ്ങനെ എഴുതി. എനിക്ക് സിമ്പിളും അല്ല ടഫും അല്ല, ആ ഒരു രീതിക്കാണ്. എന്തായാലും കുഴപ്പമില്ല എന്ന് പറയാ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടേന്ന് പറയാം. അങ്ങനെ അത് ഇനി അടുത്തത് നോക്കാം. ഒന്ന് പോയാൽ അടുത്തത് എന്നാണല്ലോ. എന്തായാലും വലിയ ടഫൊന്നുമില്ല, കുറെയൊക്കെ എഴുതി. ഇങ്ങനെ കമന്റ്സ് ഒക്കെ കണ്ട് ഞാൻ കുറെ ഹാപ്പി ആവാറുണ്ട്. നമ്മുടെ സ്റ്റഡി വ്ലോഗ് എന്തായാലും പലർക്കും മോട്ടിവേഷൻ ആണ്. എന്തായാലും എക്സാം ഒക്കെ കഴിഞ്ഞ് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുമോ അറിയില്ല. എന്തായാലും നോക്കാം. ഇനിയുള്ള പ്ലാൻസ് എന്താന്ന് വെച്ചാൽ കുറെ ഷോർട്സ് വീഡിയോ ഇടാൻ നോക്കണം, ലൈക്ക് ക്രാഫ്റ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. ഇനി നമുക്ക് Q&A വീഡിയോ ഒക്കെ ചെയ്യേണ്ടത്. സോ അതിനുള്ള പോസ്റ്റ് ഞാൻ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗം പോയി ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.